ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 21. അമീബിക് മസ്തിഷ്കുജ്വരം. തിരുവനന്തപുരത്ത് വീണ്ടും മരണം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധയെ തുടർന്ന് 40 ദിവസത്തോളം ചികിത്സയിലായിരുന്ന 26 വയസ്സുള്ള യുവതി മരിച്ചു. നെടുമങ്ങാട് സ്വദേശിനിയാണ് മരിച്ചത്. അണുബാധയുടെ ഉറവിടം കണ്ടെത്താനായി ആരോഗ്യവകുപ്പ് അധികൃതർ ഇവരുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചു. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ്. ട്രാൻസ് വുമൺ ഹൈക്കോടതിയെ സമീപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ വാർഡിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അവ്യക്തത നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ട്രാൻസ് വുമൺ ആക്ടിവിസ്റ്റ് അമയ പ്രസാദ് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. നിയമപരമായും വൈദ്യശാസ്ത്രപരമായും സ്ത്രീയായി അംഗീകരിക്കപ്പെട്ട തനിക്ക് സംവരണ വാർഡിൽ മത്സരിക്കാൻ അനുമതി നൽകണമെന്ന് അമയ ഹർജിയിൽ ആവശ്യപ്പെട്ടു. കൊച്ചിയിലെ 3 ബീച്ചുകളിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ചേറായി, മുനമ്പം, കുഴിപ്പിള്ളി ബീച്ചുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2.96 കോടി രൂപയുടെ പദ്ധതിക്ക് അടുത്ത മാസം തുടക്കമാകും. നടപ്പാതകൾ, ഇരിപ്പിടങ്ങൾ, വിളക്കുകൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയാണ് നവീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുഴിപ്പിള്ളി ബീച്ചിൽ നിയന്ത്രിത കുതിര സവാരി സൗകര്യവും ഒരുക്കും. 4 രാഷ്ട്രീയ പാർട്ടികളെ ഡീലിസ്റ്റ് ചെയ്ത നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 4 ചെറിയ രാഷ്ട്രീയ പാർട്ടികളെ ഡീലിസ്റ്റ് ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. JSS, കേരള കോൺഗ്രസ്, സ്കറിയ തോമസ് വിഭാഗം തുടങ്ങിയ പാർട്ടികൾക്ക് ഇതോടെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ ചിഹ്നങ്ങളിൽ മത്സരിക്കാൻ സാധിക്കും. കുറഞ്ഞ വിദ്യാർത്ഥി താൽപര്യം. കേരള സർവകലാശാല കോഴ്സുകൾക്ക് തിരിച്ചടി. കേരള സർവകലാശാലയുടെ കീഴിൽ പുതുതായി ആരംഭിച്ച നിരവധി കോഴ്സുകളിൽ വിദ്യാർത്ഥികളുടെ കുറഞ്ഞ താൽപര്യം പ്രവേശനത്തെ ബാധിച്ചു. പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടും പല കോഴ്സുകൾക്കും ഈ വർഷം മതിയായ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോളേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സർവകലാശാല പരീക്ഷകൾക്ക് ഇനി മലയാളത്തിലും എഴുതാം. സംസ്ഥാനത്തെ എല്ലാ പ്രധാന സർവകലാശാലകളിലും ബിരുദാനന്തര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ മലയാളത്തിൽ ഉത്തരവെഴുതാൻ അനുമതി നൽകും. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ളവയ്ക്കാണ് ഇത് ബാധകമാവുക. പ്രാദേശിക ഭാഷാ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുള്ള UGC മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് ഈ തീരുമാനം. ഡൽഹി സ്ഫോടനം. 3 ഡോക്ടർമാർ ഉൾപ്പെടെ 4 പേർ കൂടി അറസ്റ്റിൽ. നവംബർ 10 ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 3 ഡോക്ടർമാർ ഉൾപ്പെടെ 4 പേർ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഭീകരാക്രമണത്തിന്റെ മുഖ്യ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 4 പേരെയാണ് NIA കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ 3 പേർ ഡോക്ടർമാരാണ്. ഇന്ത്യ മുന്നണിയിൽ ഉറച്ച് കോൺഗ്രസ്. സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രഖ്യാപനം. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ഇന്ത്യ മുന്നണി സഖ്യം ശക്തിപ്പെടുത്താനുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കി. പ്രതിപക്ഷ സഖ്യത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു. NDAയുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നതിനും വോട്ടർമാർക്ക് മുൻപിൽ ഒറ്റക്കെട്ടായ ഒരു ബദൽ അവതരിപ്പിക്കുന്നതിനും ദേശീയ തലത്തിൽ ഏകോപിപ്പിച്ചുള്ള ശ്രമങ്ങൾ തുടരുമെന്നും കോൺഗ്രസ് അറിയിച്ചു. വാർത്ത തുടരും. സൈനിങ് ഓഫ്.